ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂമീൻ കറിയാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന നല്ലൊരു മീനാണ് പൂമീൻ. ഇതിന് സാധാരണ എല്ലാവരും മടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മുള്ളുണ്ട്. അതുകൊണ്ട് ആണിത്. എന്നാൽ ഇത്ര നല്ല രുചിയുള്ളതും ഇത്ര ഉറപ്പുള്ളതും ആയ മീൻ വളരെ ചുരുക്കമാണ്. അതൊരു നല്ല മീനാണ്. ഇത് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മളൊരു മണ്ടി ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂക്കണം. 2 പച്ചമുളക് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു 2 തണ്ട് കരിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതുകൂടെ ഒന്ന് ചൂടായി വരണം. കരിവേപ്പിലയും ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, ഒരു 5-8 അല്ലി ഉള്ളി, അതൊന്ന് ചെറുതായിട്ട് കീറിയത് അതുകൂടി ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അളവിന് വെളുത്തുള്ളി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിട്ട് കൊടുക്കുക. ഇഞ്ചി കൂടെ ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി അല്പം കൂടുതൽ വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ആയിട്ട് വയ്ക്കുന്നത്. അതും കൂടെ ഇട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ സമയത്ത് നമുക്ക് എണ്ണ കുറവെന്ന് തോന്നുവാണെങ്കിൽ അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. ചെറിയ തീയിൽ ചെയ്ത് കൊണ്ടുപോരണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മളൊരു 4 ചുള കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 4 ചുള കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ആ പുളിവെള്ളം, കുറച്ച് പുളിവെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ച് നമ്മുടെ കൂട്ട് മുളകും മല്ലിയും എല്ലാം കൂടെയുള്ള കൂട്ട് നമ്മളൊന്ന് അതിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആകണം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പുളിവെള്ളവും അതുപോലെ 4 ചുള പുളി എടുത്തിരിക്കുന്ന അതും കൂടെ ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നത്. നിരപ്പി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഒരല്പം കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊരു സ്പൂണിലേക്ക് കുറച്ച് ആ കൂട്ട് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒരിക്കലും ഡയറക്റ്റായിട്ട് ചട്ടിക്കകത്തേക്ക് ഒഴിക്കരുത്. ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ കൂട്ട് പെട്ടെന്നൊന്ന് തണുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. ഇതാകുമ്പോൾ ഗ്രാജുവലി കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് നമ്മളത് കൊണ്ടുവരുന്നത്. ആ ചൂട് കഴിവതും ചൂട് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. സാധാരണ എല്ലാവരും മീൻ കറി വെക്കുമ്പോഴത്തേക്ക് നേരെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കറിയുടെ ടെക്സ്ചർ ഒന്ന് മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീനിൻ്റെ കഷ്ണങ്ങൾ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൂമീനെ ഞാൻ പറഞ്ഞില്ലേ, പൂമീൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. ഒരുപാട് മിൽക്ക് ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് ഏറ്റവും നല്ലൊരു മീനിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടാണ്. ചെറിയ മീനാണെങ്കിലും നല്ല രുചിയുള്ള മീനാണ്. സ്വല്പം സാവകാശം കഴിക്കാൻ പറ്റുള്ളൂ. ചെറിയ മുള്ളുകളുണ്ട്. അത് കാരണമാണ് കൂടുതൽ ആളുകളും ഇത് ഇഷ്ടപ്പെടാതെ വരുന്നത്. എന്നാൽ
ഒരല്പം സാവകാശം ക്ഷമയോടുകൂടി കഴിക്കാമെങ്കിൽ ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു മീൻ വളരെ ചുരുക്കമാണെന്ന് പറയാം. നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി ആ മിക്സിനകത്തേക്ക് നന്നായിട്ടൊന്ന് ചേർത്തു. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മൂടി വെച്ച് ഇത് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. ഒരുപാട് വേവിച്ച മീനില്ല, 10-12 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് പോലും വേണ്ട. ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. ഇതൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഐറ്റമായി കാണും വരെ ബൈ.